നമ്മുടെ മുഖ്യമന്ത്രി അഭിവന്ദ്യ കുറിലോസ് തിരുമേനിയെ കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. കുറിലോസ് തിരുമേനി എന്നറിയപ്പെടുന്ന നിരണം ഭദ്രാസനത്തിൽ നിന്നും ഇപ്പോൾ ഔദ്യോഗികമായി വിരമിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ഇടപെടുന്ന കേരളത്തിന് മുഴുവൻ ആരാധ്യനായ ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ബിഷപ്പ് പൗലോസ് മാർ പൗലോസിന് ശേഷം വിമോചന ദൈവശാസ്ത്രം എന്ന ആശയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അഥവാ ജനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിരവധി ദേശീയ അന്തർദേശീയ സംസ്ഥാന വിഷയങ്ങളിൽ തിരുമേനി ഇടപെടാറുണ്ട്. ഇപ്പൊ ചെങ്ങറ പോലൊരു സമരത്തിൽ അദ്ദേഹം വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെങ്ങറ മാത്രമല്ല, മറ്റ് നിരവധി അരിപ്പയായാലും ഏലൂർ മലിനീകരണമായാലും നിരവധി ജനകീയ വിഷയങ്ങളിൽ തിരുമേനി വലിയ ശക്തി പകർന്നിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ഉടുപ്പ് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ചുമന്ന നിറമാണ്. ആ ചുമന്ന നിറം കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിട്ടാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയിൽ തന്നെ 2012 ഒരു തർക്കമുണ്ടായി. ഇദ്ദേഹം ഇത്ര പച്ചയായി ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നതിനെതിരെ സഭയ്ക്കകത്തു നിന്ന് തന്നെ തർക്കമുണ്ടാവുകയും അദ്ദേഹം രാജിവെക്കാൻ അന്ന് തന്നെ ഒരുങ്ങുകയും ചെയ്തതാണ്. പിന്നെ വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് അദ്ദേഹത്തെ സഭയിൽ നിർത്തിയത്. അദ്ദേഹത്തിന്റെ സഭക്കാരനല്ല എങ്കിലും ക്രിസോസ്റ്റം തിരുമേനിയെ പോലെയുള്ള ആളുകൾ കുറിലോസ് തിരുമേനിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു, വലിയ പിന്തുണ നൽകിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അതിദയനീയമായി പരാജയപ്പെട്ടു. കേവലം ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്നത് മാത്രമല്ല, വലിയ തോതിലുള്ള ഭൂരിപക്ഷമാണ് പലയിടങ്ങളിലും UDF-നുണ്ടായി. അത് 2019 രാഹുൽ ഗാന്ധി ശബരിമല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഇത്തവണ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ വലിയ തകർച്ച അവർക്കുണ്ടായി. K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണം കൊണ്ട് മാത്രം ആലത്തൂരിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള പ്രദേശങ്ങളിലാണ് ഈ പരാജയമുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നമ്മൾ കാണുന്നത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ എങ്ങനെയും ജയിപ്പിക്കണം, ഇടതുപക്ഷം തന്നെയായിരിക്കണം എല്ലാം ജയിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ആളുകൾ അതിനുശേഷം വലിയ തോതിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഒരുപാട് പേർ, സാധാരണ മനുഷ്യർ മുതൽ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്ന ആളുകൾ വരെ. അതിലെ പോലൊരു അഭിപ്രായമാണ് തിരുമേനി പറഞ്ഞത്. തിരുമേനി പറഞ്ഞത് കുറച്ച് ആലങ്കാരികമായിട്ടാണ്, ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കരുത് എന്ന്. അത് വളരെ കൃത്യമാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം ഒരു ഇടതുപക്ഷക്കാരനും അംഗീകരിക്കാൻ കഴിയാത്തത്ര വിനാശകരമാണ്. അതിൽ നയപരമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഉദ്യോഗസ്ഥ മേധാവിത്വവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും പോലീസ് ആയി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികളുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് SFI അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ തകരാറുകളുണ്ട്. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന പേരിൽ കണ്ണൂരിൽ മുതൽ ഇങ്ങോട്ട് ആലപ്പുഴ വരെ നടത്തിയ ഇടപെടലുകളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ആരോഗ്യരംഗം ആകെ തകർന്നിരിക്കുന്നു. പെൻഷൻ കൊടുക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും വലതുപക്ഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങളുടെ സമരങ്ങളെ വലിയ തോതിൽ അടിച്ചമർത്തുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, പോലീസിനെ ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുക, ഇതൊക്കെ കൃത്യമായും വലതുപക്ഷ വ്യതിയാനമാണ് എന്ന് തന്നെയാണ് ബിഷപ്പ് പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. 2021 നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് കോവിഡും അതുപോലെ പ്രളയവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. എല്ലാ കാലത്തും പ്രളയവും കോവിഡും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ 2019 തകർച്ചയ്ക്ക് പരിഹാരമായി അല്ലെങ്കിൽ അതിന് ബദലായി 2021 വലിയ ഭൂരിപക്ഷത്തോടെ ഏൽപ്പിച്ചു. ഇത്തരം നിരവധി പരാതികളുണ്ട്. ഈ പരാതി വളരെ കൃത്യമായി, അല്പം ആലങ്കാരികമായി, ശക്തിയോടെ പറഞ്ഞു എന്നതാണ് കുറിലോസ് തിരുമേനി ചെയ്ത തെറ്റ്. അത്
അല്പം സാമാന്യ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ഞങ്ങൾ പരിശോധിക്കും. അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ഇത് മുമ്പ് സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിയിരുന്ന അതേ ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ തിരുമേനിയും ഉയർത്തിയത്. എന്തുകൊണ്ട് അത് പരിഗണിച്ചില്ല എന്നതാണ് പ്രധാന ചോദ്യം. പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ആ തിരുമേനിയെ വിവരദോഷമുള്ള തിരുമേനി എന്നാണ്. തിരുമേനിമാരിൽ, പുരോഹിതന്മാരിൽ വിവരദോഷമുള്ളവരുമുണ്ട്. വിവരദോഷം എന്നതിന് എന്താണ് ഇദ്ദേഹം അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ വിവരമുള്ളവരും പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉന്നതമായ ക്വാളിഫിക്കേഷനുള്ള കൊറിലോസ് തിരുമേനി വിവരമില്ലാത്തയാളും ആണ് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കറിയില്ല. അദ്ദേഹം എഴുതിയ നിരവധി പുസ്തകങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന നിരവധി പുസ്തകങ്ങൾ, വിമോചന ദൈവശാസ്ത്രത്തെ മുൻനിർത്തി എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ വിവരദോഷം കൊണ്ട് എഴുതിയതാണോ എന്നറിയില്ല. പല ഘട്ടങ്ങളിൽ ഇദ്ദേഹം ഇടതുപക്ഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ പോലും നേരിട്ട് പിന്താങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലെ ഒരാളെ പറ്റി ഇത്ര മോശപ്പെട്ട ഒരു കമന്റ്, അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ വിശകലനം പോലും നടത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും എന്ന് കാണുന്നു. ഇടതുപക്ഷ ഹാൻഡിലുകൾ പോലും മുഖ്യമന്ത്രിയെ വിമർശിച്ചത് പിണറായി വിരുദ്ധ തരംഗമാണ് ഇവിടെ ഭരണവിരുദ്ധ തരംഗം എന്നതിനേക്കാൾ എന്നാണ്. അത് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതിന് ബദലായി അദ്ദേഹത്തെ വിവരദോഷി വിളിച്ചത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് തന്നെ തെളിവാണ്. എല്ലാവരും ആരോപിക്കുന്ന ധാർഷ്ട്യം തനിക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഏതൊക്കെ കണക്കെടുപ്പുകാരും അല്ലെങ്കിൽ പിന്താങ്കൽ സംഘവും എന്തൊക്കെ പറഞ്ഞാലും, ന്യായീകരണ തൊഴിലാളികളുടെ വലിയൊരു യൂണിയൻ ഇറക്കിയാലും ഇന്ന് മറച്ചു പിടിക്കാനാവാത്ത വിധമുള്ള യാഥാർത്ഥ്യങ്ങളാണ് ബിഷപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്താങ്ങിയിരുന്ന പലരും പറയുന്നത്. അത് കേൾക്കാൻ മനസ്സില്ലാതിരിക്കുകയും ജനാധിപത്യപരമായി അദ്ദേഹത്തോട് സംവദിക്കാൻ കഴിയാതിരിക്കുകയും ആ തിരുമേനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയോ വിളിച്ച് നമുക്ക് എന്താണ് പ്രശ്നം, നമുക്ക് ചർച്ച ചെയ്യാം, ഞാൻ തയ്യാറാണ്, തിരുത്തണമെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. പക്ഷെ തിരുത്തൽ ഈ വിധമാണ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏൽപ്പിച്ച നവോത്ഥാന സമിതിയുടെ ചെയർമാനായ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനിൽ നിന്നുണ്ടായി അതിരൂക്ഷമായ വിമർശനം. എന്താ പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സർക്കാർ എന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയും അതിൻ്റെ ഫലമായി പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, കോട്ടയം, ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങൾ പേര് പറഞ്ഞ് പിന്നോക്ക ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയതാണ് പരാജയ കാരണം എന്ന് അദ്ദേഹം വിവരിച്ചു. ഇതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. വലിയ പ്രാധാന്യത്തോടെ നമ്മുടെ പത്രങ്ങൾ അത് കൊടുത്തു. ഒരക്ഷരം മിണ്ടിയില്ല. മാത്രവുമല്ല, ഇതിൽ പ്രതിഷേധിച്ച് മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ മടവൂർ രാജിവെക്കുകയും ചെയ്തു. അദ്ദേഹം ഈ നവോത്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. അപ്പോഴും മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. അപ്പോ ആര് പറഞ്ഞാൽ എതിർക്കണം, ആര് പറഞ്ഞാൽ എതിർക്കണ്ട എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. രണ്ടാമത്തെ വിഷയം, മുഖ്യമന്ത്രി ഒരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാവാം, പ്രധാനമന്ത്രിയാവാം, പ്രസിഡന്റാവാം, ആര് വേണമെങ്കിലും ആവാം. അവർ വിമർശനത്തിന് അതീതരാണ് എന്ന് പറയുന്നത് എത്രമാത്രം മോശപ്പെട്ടൊരവസ്ഥയാണ്. നരേന്ദ്രമോദിയെ കുറിച്ച് മുമ്പ് ഇതേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിമർശനത്തിന് മറുപടി പറയില്ല, ഒരാളോടും പറയില്ല, പറയുകയാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തോടു കൂടി വർഗീയത കലർത്തിയൊക്കെയാണ് പറയുക. ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ? ധാർഷ്ട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. മാത്രവുമല്ല, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മകളെയോ മരുമകനെയോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംശയിച്ചിട്ടുണ്ടാവാം. ഏതായാലും തന്നെയോ മകളെയോ മരുമകനെയോ തൻ്റെ ഗവൺമെന്റിനെയോ ആരും വിമർശിക്കാൻ പാടില്ല. വിമർശിക്കുന്നവർ വിവരദോഷികളാണ് എന്നതാണ് സത്യം അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാ മാറുക? കഴിഞ്ഞ കുറെ കാലമായി CPM-ൽ പറയുന്നൊരു കാര്യം, CPM-ൽ എല്ലാവരും പിണറായി വിജയന്റെ ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന, പ്രത്യേകിച്ചും യുവ നേതാക്കൾ. അവരുടെയൊക്കെ ശരീരഭാഷ, അവരൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് പരമപുച്ഛം ബാക്കി എല്ലാവരോടും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ അവരിടപെടൽ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ
ഒരുപക്ഷെ സംഘപരിവാറിനോട് സമാനമായതോ അതിനേക്കാൾ മോശപ്പെട്ടതോ ആയ ഭാഷ അവർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ പിണറായി വിജയൻ അനുകരിക്കുകയാണ്. നേതാവ് എങ്ങനെ പോകുന്നുവോ അതുപോലെ അണികൾ പോകും എന്നാണോ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം വ്യതിയാനങ്ങളിൽ വളരെ വേദനിക്കുന്ന ഒട്ടനവധി സഖാക്കൾ ഉയർന്ന തലത്തിലും താഴെ തലത്തിലും കേരളത്തിലുണ്ട് എന്നാണ്. കാരണം ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ പോലും ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ, ഇടതുപക്ഷം ഇടതുപക്ഷമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ, അതാണ് ബിഷപ്പ് തിരുമേനി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആഗ്രഹിക്കുന്നവരെ വളരെ നിരാശപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രയോഗങ്ങൾ. മുമ്പൊരു നികൃഷ്ട ജീവി എന്ന് വിളിച്ചു, അത് പിന്നെ അദ്ദേഹം പോയി പറഞ്ഞു തിരുത്തി. ഇനി ഇതും അദ്ദേഹം തിരുത്തുമോ എന്ന് നമുക്കറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പ്രശ്നമില്ല എന്നായിരിക്കും അദ്ദേഹം കരുതുന്നത്. ഏതായാലും സ്വന്തം അണികളെ കൂടി ഏതാണ്ട് ഈ ഗുണ്ടാ സംഘത്തിൻ്റെ പരുവത്തിലേക്ക് അവരുടെ ഭാഷയിലും പ്രവർത്തനത്തിലും കൊണ്ടുവരുന്ന ഈ രീതി മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്.